അപ്പോൾ ഇന്നൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. ഞാൻ ജസ്റ്റ് രാവിലെ എണീറ്റിട്ടുണ്ട്. ഞാൻ ഇത്ര രാവിലെ ഒന്നും എണീക്കാറില്ല. ഇന്ന് എണീറ്റ് നമ്മളൊരു സ്ഥലത്ത് പോകുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞാൻ കുറച്ച് നേരം ലൈറ്റൊക്കെ ഫാനൊക്കെ ഓഫാക്കിയിട്ട് രാവിലെ എനിക്ക് എന്തോ ഭയങ്കര തണുപ്പാണ്, എനിക്ക് ഒട്ടും പറ്റത്തില്ല. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഫോൺ നോക്കി കിടന്ന് ഞാൻ നേരം വെളുപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഫോണൊക്കെ നോക്കിയിട്ട് ഞാൻ ജസ്റ്റ് താഴത്തേക്ക് പോയി. അപ്പോൾ ഞാൻ വിഷുന്ന ഒരു കുപ്പി മേടിച്ചിട്ടായിരുന്നു, ഒരു അലങ്കാരത്തിന്. ഇപ്പോൾ അതിൽ വെള്ളമൊക്കെ എടുത്ത് വെക്കും, രാവിലെ കുടിക്കുന്നുണ്ട്, എത്ര ദിവസത്തേക്കാണെന്ന് അറിയില്ല. പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി കാണുമ്പോൾ തന്നെ നല്ല രസമല്ല. അങ്ങനെ എല്ലാം ഫുൾ ക്ലീനാക്കി വെച്ചിട്ട് നേരെ താഴത്തേക്ക് പോവാണ്. അപ്പം ഞാൻ ഈ സമയത്തൊക്കെ ഇതുപോലെ എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അമ്മ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ വിളിക്കുകയാണെങ്കിൽ എണീക്കാറില്ല. അല്ലെങ്കിൽ എനിക്ക് മാക്സിമം എത്ര നേരം ഉറങ്ങാം അത്രയും നേരം ഞാൻ ഉറങ്ങും. കാരണം ഉറക്കമായിട്ട് ഞാൻ അത്ര വലിയൊരു ബന്ധത്തിലാണ്. അത് കഴിഞ്ഞിട്ട് താഴത്തേക്ക് വന്ന് എല്ലാവരെയും നോക്കി ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ട് നേരെ കിച്ചണിലേക്ക് പോയി നോക്കും. സംഭവങ്ങളൊക്കെ റെഡി ആവുന്നുണ്ട്. പിന്നെ പുറത്തേക്ക് വന്ന് കുറച്ച് നേരം നോക്കിയിരുന്നു. നമ്മൾ കുറച്ചുകൂടെ ഒക്കെ ചെറുതായിരിക്കുമ്പോൾ എണീക്കുമ്പോൾ കുറേ നേരം ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ ഒരു മന്ദത പിടിച്ചിരിക്കും. എനിക്കിപ്പോഴും ആ മന്ദത ഇതുവരെ മാറിയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അത് ജസ്റ്റ് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് അതൊക്കെ നോക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം നടന്നത് ഇപ്പോൾ 7 മണിയായി. ഞാൻ 6:30 എന്തോ എണീറ്റാണ്. എന്നിട്ട് പിന്നെ കുറച്ച് ജോലി ഉണ്ടായിരുന്നു. അപ്പോഴേക്കും അമ്മ കുളിക്കാൻ വേണ്ടി, അമ്മയ്ക്ക് തൊഴിലുറപ്പുണ്ട്, സോ തൊഴിലുറപ്പിന് പോകണം. അപ്പോൾ അതിൻ്റെ ലെസ്സലിൽ ഹെൽപ്പ് ചെയ്ത് വെക്കണമെങ്കിൽ പെട്ടെന്ന് എല്ലാം തീർത്ത് വെച്ചിട്ട് പോകാമല്ലോ. ഇത് കഴിഞ്ഞെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് പോകുമ്പോൾ ഞാൻ എണീറ്റ് ചെയ്യായിരുന്നു. ഇപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് കൊണ്ട് അത് ഞാൻ ജസ്റ്റ് ഇപ്പം ഞാൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അമ്മ കുളിക്കാൻ പോയ സമയത്തിന് ഞാൻ ജസ്റ്റ് വെണ്ടയ്ക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ അത് ജസ്റ്റ് ഒന്ന് മെഴുക്ക് വരട്ടാൻ വേണ്ടി വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സവാള എടുത്തിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏകദേശം കുറച്ച് പാചകമൊക്കെ അറിയാം, കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ അറിയാം. അങ്ങനെ അതൊക്കെ ജസ്റ്റ് വെച്ചിട്ട് പിന്നെ നമ്മൾ സവാള അരിയാനുള്ള കാര്യങ്ങളിലൊക്കെ സെറ്റാക്കി. എനിക്ക് നല്ലൊരു കട്ടിംഗ് ബോർഡും നല്ലൊരു മൂർച്ചയുള്ള പിച്ചാത്തി ഉണ്ടെങ്കിൽ എനിക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ വേണ്ടി ഭയങ്കര ഇഷ്ടം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യമാണ് ഇത് കട്ട് ചെയ്യാൻ വേണ്ടി. പക്ഷേ നല്ല മൂർച്ചയുള്ള പിച്ചാത്തിയും വേണം, ഇതുപോലെ എന്തെങ്കിലും കട്ടിംഗ് ബോർഡ് വേണം. എനിക്ക് അല്ലാണ്ട് കൈ പിടിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി അറിയാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് നല്ലതാണ്, എനിക്ക് അറിയാം. അത് ഫുൾ ഭയങ്കര വെട്ടം, സൂര്യൻ ഉദിച്ച് വരുന്നതാണ്, ഉദിച്ച് വരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് എന്തിനു ഞാൻ ഇത്ര നേരത്തെ എണീറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിന്ന് അർത്തുങ്ക പള്ളി പെരുന്നാളിന് പോകും. അപ്പോൾ ഇത്ര രാവിലെ എന്തിനാണ് പോകണമെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെയുള്ള ഒരുത്തർ വീടുണ്ട്, അവളുടെ ഹസ്ബൻഡിൻ്റെ വീടോടെ. അപ്പം നമ്മൾ അവളുടെ വീട്ടിലും കയറി പിന്നെ വേറെ അക്കടെ വീട്ടിലും കൂടെ കയറണമെന്ന് വിചാരിക്കുന്നുണ്ട്, വല്ല നടന്നതായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ പോയിട്ട് അവളുടെ വീട്ടിൽ കയറി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഉച്ച കഴിഞ്ഞിട്ട് പള്ളിയിലേക്ക് പോകാമെന്ന് വെച്ചിട്ടാണ് പ്ലാൻ. എല്ലാവരും ഒന്നും വരുന്നില്ല, പലരും പല സ്ഥലത്താണ്. ഇവിടെ ഉള്ളവരൊക്കെ വരുന്നുണ്ട്, അതായത് നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മളെ ഗ്യാങ്ങിലുള്ള. അതിനാണ് ഇത്ര രാവിലെ എണീക്കും. പക്ഷെ ഇപ്പം തന്നെ കുറേ സമയമായി. പക്ഷെ എന്നിട്ട് ഇങ്ങനെ ഒരുങ്ങാതിരിക്കും, എന്താണെന്ന് അറിയാൻ പാടില്ല. കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ഇങ്ങനെ സാധാരണ രാവിലെ എണീറ്റ് ജോലിയൊന്നും ചെയ്യാറില്ല. പിന്നെ ഇന്ന് പോകുന്നതുകൊണ്ടും അമ്മച്ചിക്ക് തൊഴിലുറപ്പുള്ളതുകൊണ്ടും ഇതൊക്കെ ചെയ്ത് കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. രാവിലെ എണീക്കുന്നതും മടിയാണ്, ഭയങ്കര ഇഷ്ടമല്ല. രാവിലെ വേറെ എന്തും ഞാൻ ഓക്കെ, പക്ഷേ രാവിലെ എണീക്കുന്നതും എനിക്ക് മടിയാണ്. അപ്പോൾ ഇത്തിരി ഉണർന്നു എൻ്റെ കണ്ണൊക്കെ കുറച്ച് നേരം എണീറ്റിട്ട്. അപ്പം എന്താവും നോക്കാം. അപ്പോൾ പറഞ്ഞ കണക്ക് ഞാൻ പെട്ടെന്ന് പോയിട്ട് റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ് വന്നിട്ട്. ഞാൻ ജസ്റ്റ് റെഡി ആവാൻ വേണ്ടിയിട്ട് പോണതേ ഉള്ളൂ. നമ്മളൊരു 9 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങണമെന്ന് വെച്ചിട്ടാണ്. 9-8 മണി ആ സമയം എന്തായിരുന്നു, ഞാൻ മറന്നുപോയി കറക്റ്റായിട്ട്. ഇത് കുറച്ച് നാൾ മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോ ആട്ടോ, ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഗെറ്റ് റെഡിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ചാനലിൽ. അപ്പോൾ ഇതാട്ടോ എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് വന്നിട്ട്. ഇങ്ങനെ ഒരു ഷോളൊക്കെ ഉണ്ട്. ഷോൾ മിക്കറും കുറച്ച് കഴിയുമ്പോൾ ഞാൻ മടക്കി ബാഗിൽ വെക്കും, എനിക്ക് ഒട്ടും ഇടാൻ താല്പര്യമില്ല. പിന്നെ ഔട്ട്ഫിറ്റിനോട് നല്ല രസമുള്ള ഒരു ഫുൾ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് അച്ഛൻ സ്റ്റാൻഡിലേക്ക് പോകാൻ വേണ്ടി വരണം. അപ്പോൾ നമ്മൾ അച്ഛൻ നമ്മൾ ബസ്സിൽ കയറിയിട്ട് നമ്മൾ 4 പേരും ഒന്നിച്ചിരിക്കാൻ വേണ്ടി ഒരുത്തിൻ്റെ മടിയിലൊക്കെ കയറിയിരിക്കുകയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അപ്പുറത്തേക്ക് സീറ്റ് കിട്ടിയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് മാറി ഇരുന്നിട്ടുണ്ട്. ബസ്സിൽ കയറിയിട്ട് ഫുൾ അലമ്പായിരുന്നു. ഞാനും മുത്തുക്കുട്ടിയും കൂടിയിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ കണക്ക് 4 പേരേ ഉള്ളൂ, പലരും പല സ്ഥലത്തേക്കാണ്. നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് എവിടെയും പോകുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഒന്നും കൂടി കാണുമ്പോൾ പിന്നെയും പോകാൻ വേണ്ടി തോന്നുന്നത്. ഇപ്പോൾ ചെറിയതായിട്ട് വെച്ചാൽ നമ്മൾ അടുത്ത് പോയാലും കുറച്ച് ദൂരെ പോയാലും അടിപൊളിയായിരിക്കും. നമ്മൾ സീറ്റ് ഇരുന്നപ്പോൾ ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ എൻ്റെ ഷോളിൽ കയറിയിട്ട് ഒളിച്ചിരിക്കുകയായിരുന്നു. പിന്നെ എവിടെയെങ്കിലും പോകണമെങ്കിൽ നമ്മൾ ഭയങ്കര അടിപൊളിയായിരിക്കും എന്ന് വെച്ചാൽ ഫുൾ എല്ലാവരെയും ട്രോള്, തമ്മിൽ ട്രോള്, ആരെങ്കിലും ഒരാളെ കെയറിലായിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല രസമായിരിക്കും. ചിരിച്ച് നമ്മൾ അന്നത്തെ ദിവസം ഫുൾ നമുക്ക് വയ്യായിരിക്കും ചിരിച്ച്. ഇപ്പോൾ തന്നെ എനിക്ക് ഓരോ കാര്യമൊക്കെ ആലോചിക്കുമ്പോഴേ ചിരി വരുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ചേർത്തല ഇറങ്ങിയിട്ട് അവിടുന്ന് പ്രൈവറ്റ് ബസ്സിനാട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും അങ്ങോട്ടേക്ക് പോകല്ലേ, കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് കയറി. ഗൈസ് നമ്മൾ മഞ്ചും ഫ്രൂട്ടും മേടിച്ച് സ്പ്രൈറ്റും മേടിച്ച് അങ്ങോട്ടേക്ക് നടന്ന് നീങ്ങുകയാണ്. 4 ഗൈസ് അവൾമാരെ അവിടുന്ന് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഇനി ഇവിടുന്ന് പ്രൈവറ്റ് ബസ്സിനാട്ടോ പോകുന്നത്. അപ്പം കൂടെയുള്ള ദയാ പോണ സാധനത്തിനെ കണ്ടു. അവളുടെ ചേച്ചീൻ്റെ വീടാട്ടോ, അതായത് ചേച്ചീനെ കെട്ടിച്ച് വിട്ടതാണ് ചേർത്തലയിൽ. അപ്പോൾ അവൾക്ക് വഴി അറിയാമെന്നുകൊണ്ടാണ് വിളിച്ചുകൊണ്ട് പോകണം. അങ്ങനെ നമ്മൾ അവിടെ ബസ്സൊക്കെ ഇറങ്ങിയിട്ട് അങ്ങോട്ടേക്ക് നടക്കുകയാണ്. നമ്മൾ കുറേ സാധനമൊക്കെ മേടിച്ചു. 2 കിറ്റ് സാധനങ്ങളുമായിട്ടാണ് നമ്മൾ പോകുന്നത്.
ഇവിടെയൊക്കെ ഞാൻ കാര്യമായിട്ട് എന്തോ പറയുന്നുണ്ട്. ഞാൻ ക്യാമറ പിടിച്ചത് ശരിയായില്ല. ആ ബസ്സിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഫുൾ ഇടിച്ച് തിങ്ങിയാണ് വന്നത്. പ്രത്യേകിച്ച് അർത്തിങ്കൽ പെരുന്നാളും കൂടി അതുകൊണ്ട്. അപ്പോൾ എൻ്റെ ഷോളൊക്കെ ആരൊക്കെ വലിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നടന്നു പോയിരുന്നുണ്ട്. ഇപ്പോൾ എത്തും എന്ന് പറഞ്ഞ ഒരു കുറേ ഞങ്ങളെ നടത്തിച്ചു കൊണ്ടിട്ടുണ്ട്. ഞങ്ങൾ അവളെ തെറിയൊക്കെ പറഞ്ഞുകൊണ്ട് പോയിരുന്നു. ഇച്ചിരി വളർന്നുകൊണ്ട് കുറേ അധികം നടക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നമുക്ക് നടക്കുന്നതൊന്നും പുത്തരിയല്ലെങ്കിൽ അവളെ എന്തെങ്കിലും പറയണമല്ലോ. പിന്നെ അവിടെയൊക്കെ നല്ല സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. എന്താണെന്നറിയാൻ പാടില്ല, നമ്മളിവിടെയൊക്കെ എപ്പോഴും ആൾക്കാരും ആളും ബഹളവും ഒക്കെ ആയിരിക്കും. സൈലൻ്റ് ആയിട്ട് ഇരിക്കാറേ ഇല്ല. പക്ഷെ അവിടെ ഫുൾ സൈലൻ്റ് ആയിരുന്നു. പക്ഷെ നമ്മൾ പോയിട്ട് 10 പേരെ അറിയിച്ചിട്ടുണ്ട് നമ്മളവിടെ വന്നത്. കാരണം റോഡിൽ കൂടെ ഫുൾ ചലിച്ച് പോകുമായിരുന്നു. പിന്നെ ഞാനിവിടെയൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ കട്ട് ചെയ്തു. കാരണം ഫുൾ അലമ്പായിരുന്നുകൊണ്ട് മര്യാദയ്ക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഞാൻ 10 വ്ളോഗ് എടുക്കുമ്പോൾ ഇവളുമാർ എന്തൊക്കെയോ പറയുമായിരുന്നു. ഞാൻ എല്ലാവരും കൂടി ഇല്ല, നമ്മളെല്ലാവരും കൂടി ഇല്ലെന്നൊക്കെ പറയുന്നത്. 2 പേര് എറണാകുളത്താണ്, ഒരാൾ ചെന്നൈയിലാണ്, പിന്നെ 2 പേര് വന്നിട്ടില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ 2 പേരെ വീട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ആട്ടോ നമ്മൾ ഇവിടുത്തെ ഗ്യാങ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ പോകുമ്പോൾ നല്ല രസമുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയും പേരുള്ളൂ, അതൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞിട്ട് പോകുമായിരുന്നു. പിന്നെ ഇത് ഈ കാണുന്ന അമ്പലത്തിലുള്ള താലം ഒടിച്ചിട്ടുണ്ട്, ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുമായിരുന്നു. സൈലൻ്റായി കൊടുത്തിട്ടുണ്ട്. നമ്മൾ വരുന്ന വഴി തന്നെ എല്ലാവരും ശ്രദ്ധിക്കുക, ഈ 4 എണ്ണം അതുപോലെ വെച്ചായിരുന്നു. എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ ഇതൊന്നും അല്ലായിരുന്നു, അലമ്പ് ഇതൊക്കെ മേലെ ആയിരുന്നേനെ. അപ്പോൾ അവിടെ നിന്ന് പിള്ളേരൊക്കെ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. ഞാൻ വെച്ച് അവളുടെ ചേച്ചിയുടെ കൊച്ച്, അതായത് അച്ചു കേട്ടോ, അച്ചുവിൻ്റെ കൊച്ചായിരിക്കുമെന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നടന്ന് ഏകദേശം വീട്ടിലെത്താറായി. ഇപ്പോൾ ഇവിടുത്തെ ആ സ്ഥലമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളിയാട്ടോ, നല്ല തണുപ്പായിരിക്കും. രസമുണ്ട്, തണലും ഇങ്ങനത്തെ സ്ഥലം. ഈ മരത്തെ പിടിച്ചിരുന്നത് നമ്മൾ റാലി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ ഇതിൽ കൂടെ നമ്മൾ കാറിക്കൊണ്ടൊക്കെ വന്നു. ഇതിപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ ഇവളുടെ അടുക്കളാണലിൽ വന്നപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ കിടന്ന് കാന്ന് പറഞ്ഞ് കാറിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു സന്തോഷം പറ്റില്ല, എല്ലാവരും വേക്കും നമുക്ക് വട്ടായിരിക്കുന്നു. ഇപ്പോൾ അത് ഓർക്കുമ്പോൾ എൻ്റെ പൊന്നെ ഭയങ്കര പളുക്കമായിട്ട് തോന്നുന്നുണ്ട്. അപ്പം നമ്മൾ ഭയങ്കരമായിരുന്നു, നമ്മളെല്ലാവരും കൂടെ വന്നതിൻ്റെ ഒരു സന്തോഷമായിരുന്നു. അപ്പോൾ ദേവൂട്ടൻ നമ്മളെ വരവേൽക്കാൻ വേണ്ടി വാതിക്കെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചെന്നിട്ട് അകത്തോട്ട് കയറി. ഇതാട്ടോ അവളുടെ മക്കൾ, ഒന്ന് ദേവൂട്ടൻ, ഒന്ന് ചന്തൂട്ടൻ. നമ്മൾ ചെന്നപ്പോൾ തന്നെ അവരെ കണ്ടു. അവൾ ഭയങ്കര കുക്കിങ്ങിലായിരുന്നു. ഇന്ന് സ്പെഷ്യൽ നമ്മൾ വരുന്നതുകൊണ്ട് ബിരിയാണിയൊക്കെ വയ്ക്കുന്നുണ്ട്. അപ്പം നമ്മൾ അവിടുത്തെ ഒരു തോടാണെന്നാണ് അവൾ പറയുന്നത്. നമ്മളിവിടുത്തെ തോട് വെച്ച് നോക്കുമ്പോൾ അത് വറ്റി വരണ്ട് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ പണ്ടിങ്ങനെ കളിയൊക്കെ വരുന്നു, തോടൊക്കെ ഉണ്ടല്ലോ, ഇനി വിഷമിക്കണ്ടല്ലോ, ഇവിടുത്തെ പോലെ തോടൊക്കെ ഉണ്ടല്ലോ എന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നിട്ട് പിന്നെ അവിടെ ഇരിക്കുകയായിരുന്നു. കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ. പിന്നെ നമ്മളവിടെ നിന്ന് വെള്ളം കുടിച്ചു. കുറേ നേരം കഴിഞ്ഞ് നമ്മൾ വെള്ളം കുടിച്ചിട്ട് പിന്നെ കട്ട്ലേറ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ കഴിച്ചു. കട്ട്ലേറ്റ് തിന്നാൻ തന്നു. ഏത് ആ വീട്ടിലേക്ക് കട്ട്ലേറ്റ്. അപ്പം നേരെ കാണുന്ന വീട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കേട്ടോ കട്ട്ലേറ്റ്. അടിപൊളിയായിരുന്നു, അവർ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. പിന്നെ നമ്മൾ പിള്ളേരുമായിട്ട് കുറേ നേരം കളിച്ചിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ എടുത്ത് ചിപ്സ് തീറ്റയാണ്. നമ്മൾ തിന്നാനാണോ ചെന്ന് നമുക്ക് നല്ല ഡൗട്ടുണ്ട്. ചെന്നപ്പോൾ തൊട്ട് പോരുന്നവരെ നമ്മൾ ഫുൾ തീറ്റയായിരുന്നു. അങ്ങനെ കുറേ നേരം അവിടെ കറങ്ങി തിരിഞ്ഞ് നടന്നു കഴിഞ്ഞിട്ട് ഇതാട്ടോ അവരുടെ എൻഗേജ്മെൻറ്റ് സമയത്ത് പിക്ക് നമ്മളതൊക്കെ നോക്കുമായിരുന്നു. കുറച്ച് വർഷമായി, എത്ര വർഷമായെന്ന് എനിക്ക് ഓർമ്മയില്ല, കുറച്ച് 3-4-5 വർഷമായെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അവിടുത്തെ മുന്തിരിങ്ങ കടയായിരുന്നു. നമ്മൾ തന്നെ കൊണ്ടുപോയ മുന്തിരിങ്ങയാണ്, പക്ഷെ നമ്മൾ അതിനടിയായിരുന്നു അവിടെ കിടന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. സ്വന്തം വീട്ടിലൊരു പണിയും ചെയ്ത് ചേച്ചിയുടെ വീട്ടിൽ ഒന്ന് ഷോ കാണിക്കുന്നു. അവിടെ ഒന്ന് മുറ്റം പോലും നോക്കാതെ ചേച്ചിയുടെ വീട്ടിൽ ഒന്ന് ഷോ കാണിക്കുന്നു. അഡ്വഞ്ചറസ് ആയിട്ട് വളരെ കഷ്ടപ്പെട്ടിട്ട് കസേരയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് നോക്കും. കേശ കയറിക്കോ. യെസ് ഗൈസ്, അവൻ കയറിയിരുന്നു. കഴിഞ്ഞിട്ട് നമ്മൾ വെറുതെ അങ്ങോട്ടേക്ക് നടക്കാൻ ഇറങ്ങി. അവിടെ നിന്ന് വഴിയിലൊന്നും ആരെയും കണ്ടേ. നമ്മുടെ സ്ഥലത്തൊക്കെ വന്നെങ്കിൽ എൻ്റെ പിന്നെ ഇവിടെ ഫുൾ ആൾക്കാരായിരുന്നു തന്നെ. അപ്പോൾ ഫുൾ വെയിലായിരുന്നു കേട്ടോ. നമ്മൾ ഒരു ഉച്ച സമയത്തൊക്കെയാണ് ഇറങ്ങിയത്. നമ്മളവിടെ നിന്ന് കുറച്ച് നേരം വന്നിട്ട് ഒരു പറമ്പിൽ പോയിട്ട് കുറച്ച് നേരം ഇരുന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ട് നമ്മൾ വെറുതെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ അവൾ വന്നില്ല കേട്ടോ. അവൾ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ വീട്ടിലേക്ക് കയറി. നമ്മളവിടെ വന്ന് കുറച്ച് നേരം ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി. അപ്പോൾ സ്പെഷ്യൽ ബിരിയാണി ആയിരുന്നു. അത് അച്ഛൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ബിരിയാണി. അടിപൊളിയായിരുന്നു കേട്ടോ. ബിരിയാണിയും അച്ചാറും കച്ചമ്പറും പപ്പടവും എല്ലാം ഉണ്ടായിരുന്നു. അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ നല്ലപോലെ അവിടെ ഇരുന്ന് കഴിച്ചു. നമ്മൾ തന്നെ ഇങ്ങനെ നോക്കി, നീ തന്നെയാണോ ഇത് ഉണ്ടാക്കിയത്? നമ്മളെന്തായാലും നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാക്കിയത് നല്ലതാണെങ്കിൽ നമ്മൾ എന്തായാലും ട്രോളായിട്ടേ പറയത്തുള്ളൂ. ഉറപ്പായിട്ട് നമ്മൾ അപ്പം തന്നെ അടിപൊളിയാണെന്നൊന്ന് കയറി പറയാൻ വേണ്ടി നമ്മൾ കുറച്ചൊരു സംശയിച്ചു, നീ തന്നെ ഉണ്ടാക്കിയാണോ എന്നൊക്കെ കഴിച്ചിട്ട്. എന്നിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും കൂടി ഇരുന്നാണ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ നേരെ അർത്തിങ്കൽ പള്ളിയിലേക്ക് പോകണം. അപ്പോൾ അച്ചുവും ദേവൂട്ടനെ വരുന്നുണ്ട്, ചന്തൂട്ടൻ വരുന്നില്ല, ഭയങ്കര തിരക്കൊക്കെ ആയിരിക്കുമല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇവിടുന്ന് പിന്നെയും ബ്യൂട്ടീഷ്യനിലേക്ക് കടന്നു. നമ്മൾ രാവിലെ വന്നപ്പോൾ നമ്മൾ പുട്ടിയൊക്കെ പോയല്ലോ, അതുകൊണ്ട് ഒന്നും കൂടെ ജസ്റ്റ് മുടിയൊക്കെ ഇട്ടിട്ട് എന്തൊക്കെ വന്നാലും ലിപ്സ്റ്റിക് ഇടാതെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് ലിപ്സ്റ്റിക്കൊക്കെ എടുത്തിട്ട് ഇത് ഞാൻ സ്റ്റുഡിയോന്ന് മേടിച്ചിട്ട് അടിപൊളി ഷെയ്ഡ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ നേരിട്ട് നമ്മൾ പുട്ടിയിട്ട് പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ നമുക്ക് ഓട്ടോയിലായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഒരു 10-15-20 മിനിറ്റ് അത്രയും ഉള്ളെന്ന് തോന്നി ഇവരുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ നമ്മളിതേ ഓട്ടോയിൽ പോകാൻ വേണ്ടി
കയറിയിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ പള്ളിയുടെ അവിടെ ചെന്നപ്പോൾ അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. എങ്കിലും സൺഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കുണ്ടാവും. നമ്മളൊരു എക്സ്പെക്റ്റ് ചെയ്ത് അത്രയും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. സൺഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കുണ്ടാവും. നിങ്ങൾ സൺഡേ വരണ്ടെന്നൊക്കെ ഇവിടെ ഒരുത്തി പറഞ്ഞത്. പിന്നെ ഒരു ദിവസം വന്നാൽ മതി, സൺഡേ അല്ലാതെ ഏതെങ്കിലും ദിവസം ഭയങ്കര തിരക്കായിരിക്കുന്നു. പക്ഷേ നമ്മൾ വിചാരിച്ച അത്രയും തിരക്കൊന്നും ഉണ്ടായില്ല. പിന്നെ നമ്മൾ നേരെ പോയി പള്ളിയിലേക്ക് കയറുമായിരുന്നു. നമ്മൾ മെഴുകുതിരിയൊക്കെ മേടിച്ചിട്ട് നേരെ അകത്തേക്ക് കയറുമായിരുന്നു. അകത്തേക്ക് കയറുമ്പോൾ ഇപ്പോൾ അത്യാവശ്യം കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നേരെ അവിടെ പോയിട്ട് ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് അകത്തേക്ക് കയറി. അവിടെ എന്തോ നേർച്ചയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ അതൊന്നും എടുത്തില്ല, ജസ്റ്റ് അകത്ത് കയറി ഒന്ന് പ്രാർത്ഥിക്കാൻ കയറിയിട്ട് പോയതാണ്. ഒരുത്തി എൻ്റെ കൈ പിടിച്ചുകൊണ്ട് പോവാണ്, ഭയങ്കര തിരക്കായതുകൊണ്ട് ഇടയ്ക്ക് നമ്മൾ വിട്ടു പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ കയറി പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് നമുക്ക് നേർച്ചയായിട്ട് ഇങ്ങനെ അരി വറുത്തതും പിന്നെ പൊരിയൊക്കെ തന്നു കേട്ടോ. പിന്നെ നമ്മൾ പുറത്ത് വന്നിട്ട് അതൊക്കെ കഴിച്ചിട്ട് പിന്നെ അവിടെ വേറെ സ്ഥലത്തൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു ഇങ്ങനെ അർത്തുങ്കൽ പള്ളിയിൽ വരുന്നത്. എനിക്ക് ഓർമ്മയില്ല ഇതിന് മുമ്പ് വന്നതായിട്ട്. ചെറുതിൽ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ പാടില്ല. പിന്നെ നമ്മൾ കുറേ നേരം അവിടെ നടന്ന് പ്രാർത്ഥിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ യേശുവിൻ്റെ സ്റ്റോറി ഇങ്ങനെ പറയുന്ന പോലത്തെ ഒരു സംഭവം അവിടെ ഇങ്ങനെ ഓരോ പിക്ചറും അതിൻ്റെ സ്റ്റോറി ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളതൊക്കെ ജസ്റ്റ് ഒന്ന് നടന്ന് കണ്ടിട്ട് നേരെ നമ്മൾ അങ്ങോട്ടേക്ക് കടയൊക്കെയുള്ള ഭാഗത്തേക്ക്, ഇവിടെയൊക്കെ ആയിരിക്കും നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലം. കാരണം നമുക്ക് ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കാമല്ലോ. ഒന്നും വാങ്ങിച്ചില്ലെങ്കിൽ പോലും ഫുൾ അങ്ങേയറ്റം വരെ നടന്ന് അപ്പുറം ഇപ്പുറം നോക്കി നമ്മൾ നടക്കും. ചിലതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നോക്കും, പിന്നെ ചോദിച്ചോ വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ പുറന്നിട്ടേക്ക് മാറും. ഇവിടെ എത്തിയപ്പോഴാണ് നമുക്ക് കൂടുതൽ മനസ്സിലായാൽ അത്ര വലിയ തിരക്കൊന്നുമില്ല. എനിക്കൊന്നും എല്ലാവരും വൈകിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. നമ്മളൊരു 3 മണി ആ സമയമൊക്കെ എത്തിയപ്പോൾ ആ സമയത്തൊക്കെയാണ് നമ്മൾ ചെന്നിട്ടുണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ഇവിടുന്ന് തിരിച്ച് ഗോപിയാക്കയുടെ വീട്ടിൽ പോകണം. അതായത് ദിയാർ റോസ് ഇട്ടുണ്ടല്ലോ മുത്തുക്കുട്ടി, അവളുടെ ചേച്ചിയുടെ വീട്ടിലാട്ടോ. എരമല്ലൂരാണെന്ന് തോന്നുന്നു. നമ്മളെ എറണാകുളം അടുത്തിട്ടോ, കറക്റ്റ് ആ പേര് തന്നെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അവിടെയും കൂടെ പോയിട്ടുണ്ട് നമുക്ക് വീട്ടിൽ പോകാൻ. അതുകൊണ്ട് നമ്മൾ ഒത്തിരി ടൈം കളയാതെ നേരത്തെ തന്നെ ഇറങ്ങിയിട്ട് നേരത്തെ തിരിച്ചു വന്നു വെച്ചാൽ ബീച്ചിൻ്റെ അവിടെ ചെന്നപ്പോൾ ഭയങ്കര വെയിൽ, നമുക്ക് ഒട്ടും നിൽക്കാൻ പറ്റില്ല. നമ്മൾ അവിടെ നിന്ന് ഐസ്ക്രീം മേടിച്ചിട്ട് അപ്പം തന്നെ ഓടിക്കളഞ്ഞ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നേരെ തിരിച്ച് വന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എരമല്ലൂർ പോകാൻ വേണ്ടിയിട്ട് ബസ്സിൽ കയറി. അവിടെ നിന്ന് നമ്മൾ ചേർത്തല സ്റ്റാൻഡിൽ വന്ന് ഡ്രൈവ്. ചേർത്തല സ്റ്റാൻഡിൽ നിന്ന് വീഡിയോ ഒന്നും എടുക്കാനേ പറ്റില്ല, ബസ്സിൽ ഫുൾ തിരക്കായിരുന്നു. എങ്ങനെ ഞെരുങ്ങി നിന്ന് വന്നു, കൈയെടുക്കാൻ പോലും ഗ്യാപ്പ് കിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് വന്ന് നേരെ ബസ്സിൽ കയറി അക്കയുടെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഒരുത്തി വഴി അറിയാമെന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നത്. പകുതി ഒരുത്തി പറയാം എനിക്കിനി വഴി അറിയത്തില്ല, നിങ്ങൾ എങ്ങോട്ടാണെന്ന് വെച്ചാൽ പൊക്കോളെ. ഞങ്ങളുടെ ചിലപ്പ് വളരെ സൗമ്യവും ഒച്ച കുറഞ്ഞതും ആയതുകൊണ്ട് ആ ബസ്സിലിരിക്കുന്ന മുഴുവൻ ആൾക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് വഴി അറിയാൻ പാടില്ലെന്ന്. അതുകൊണ്ട് അവർ പിന്നെ ബസ്സിൽ കണ്ടക്ടറും കിളിയും പുറകിലിരുന്ന് ഏതോ ഒരു അച്ഛനും എവിടെയോ പോകാൻ വേണ്ടി വന്നിട്ട് എല്ലാവരും ഞങ്ങൾക്ക് വഴിയൊക്കെ പറഞ്ഞു തരുമായിരുന്നു. ഇത് വേറൊരു വഴി കൂടെ ആട്ടെ. നമ്മൾ പോകുന്ന കറക്റ്റ് റൂട്ടാണ്, പക്ഷേ കുറച്ച് കറക്കമുണ്ട്. കാരണം അപ്പുറത്ത് എന്തോ പാലത്തിൻ്റെ പണിയൊക്കെ ആണെന്നുകൊണ്ട് അവർ വേറെ സ്ഥലത്തൂടെ കറങ്ങിയാവുന്നു. അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങിയിട്ട് നേരെ ഓട്ടോ പിടിച്ച് അങ്ങോട്ട് പോകണം. ഇവിടേക്ക് എത്തിയപ്പോൾ നമ്മൾ എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുകയാണ്. ഫുൾ ട്രോളാട്ടോ. നമ്മൾ ഭയങ്കര ഒച്ച, നമുക്ക് എഴുത്തി വരക്കുറേ വേണ്ടി പതിയെ പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അപ്പുറത്ത് പറഞ്ഞ് നിർത്തുമ്പോൾ വേറെ എഴുത്തിയോടെ ഒച്ചൊക്കെ. അതാണ് അവസ്ഥ. അങ്ങനെ നമ്മൾ എത്തി കേട്ടോ. അപ്പോൾ നിച്ചു പെണ്ണ് ഇന്ന് വരെ നമ്മൾ ചെന്ന ദിവസം രാവിലെ വരെ അവളെ വീട്ടിലുണ്ടായിരുന്നു, അക്കയും കുഞ്ഞുമൊക്കെ. അപ്പോൾ അവർ ഇന്ന് ഉച്ചയ്ക്കാട്ടോ ഇങ്ങോട്ട് വന്നത്. ഞങ്ങൾ അപ്പം തന്നെ വൈകിട്ടത്തെ ഇങ്ങോട്ട് പിന്നെ വന്നു. അവിടെ ചെന്നപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കുമായിരുന്നു. നിച്ചുവിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ അവിടേക്കേ നമ്മൾ ഇവിടെ വെച്ച് നമ്മളവളെ തറയിൽ വെക്കാതെ കൊണ്ടു നടക്കരുത്, ഇപ്പോൾ ശല്യമായിരിക്കും അവൾക്ക് തന്നെ. പിന്നെ നീയൊക്കെ ഇങ്ങോട്ട് വന്നിരുന്നു. നമുക്ക് അവിടെ ചെന്നപ്പോൾ കൊച്ചിൻ്റെ എക്സ്പ്രഷൻ, ഇവിടെ ഞാൻ സമാധാനത്തോടെ കഴിയുമായിരുന്നു, ഞാൻ ഇന്ന് ഇങ്ങോട്ട് വന്നാലേ ഉള്ളൂ, നീയൊക്കെ എൻ്റെ പുറകെ വന്നതെന്നായിരുന്നു. പിന്നെ കുറേ വിളിച്ചെന്ന് അവൾ കളിപ്പിച്ചോട്ടോ. അപ്പോൾ അവൾ കാത് കുത്തിയിട്ട് ഒരു ദിവസം ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ വേദനയൊക്കെയാണ്. നമ്മൾ കുറേ അതൊക്കെ നോക്കിയെന്ന് കളിപ്പിക്കായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്തായിരുന്നു. കുറേ ദിവസം നമ്മളിവിടെ നമ്മൾ വൈകിട്ട് PSC പഠിക്കാനൊക്കെ നൈസായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു ബ്രേക്ക് ടൈം ആയിരുന്നു. ഇവളിടയ്ക്ക് കളിക്കാൻ വേണ്ടി വരുമ്പോൾ ഞങ്ങൾ കുറച്ച് നേരം പഠിത്തമൊക്കെ നിർത്തിയിട്ട് ബ്രേക്ക് ടൈം ആയിട്ടിരിക്കും. അപ്പോൾ അക്കയും കൊച്ചൊന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നു. പിന്നെന്തോ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന കാര്യം പറഞ്ഞ് അവളെ തെറി പറയുക കേട്ടോ. ചരിച്ചെടുക്ക്, നേരെ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരുത്തി എനിക്ക് വീഡിയോ എടുത്തത് രണ്ടും രണ്ടായിട്ടൊക്കെ എടുത്ത് തന്നു. എന്തായാലും എടുത്ത് തന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ട്രെയിനിൽ പോകാമെന്ന് വെച്ചിട്ടായിരുന്നു. അങ്ങനെ നമ്മൾ ട്രെയിനിൻ്റെ സമയമൊക്കെ നോക്കിയിരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. 6:45 എന്തോ ആയിരുന്നു ട്രെയിൻ. നമ്മളവിടെ എത്തിയപ്പോൾ ഞാൻ കുറച്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ ചായ കുടിക്കാൻ വേണ്ടി പോയി. ഇവിടെ വന്നപ്പോഴും കട്ട്ലേറ്റും ഉഴുന്നുവടയൊക്കെ ഉണ്ടായിരുന്നു. നമ്മളവിടെ നിന്ന് ചായ കുടിച്ചു, വെള്ളമൊക്കെ കുടിച്ചു. നമ്മളവിടെ നിന്ന് ബിരിയാണി കഴിച്ച് കഴിഞ്ഞ് പിന്നെ വെള്ളമൊന്നും കുടിച്ചില്ല. നമ്മൾ കുറച്ച് ക്ഷീണിച്ചായിരുന്നു വന്നത്. നമ്മൾ പിന്നെ ബസ്സിലൊക്കെ കയറി ഫുൾ അലഞ്ഞു തിരിഞ്ഞാണ് വന്നത്. അതുകൊണ്ട് അവിടെ നിന്ന് കട്ട്ലേറ്റൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ കുറേ നേരം അവിടെ സംസാരിച്ചൊക്കെ ഇരുന്നു കേട്ടോ. നമ്മൾ ഇന്നത്തെ ഫുൾ നമ്മൾ ഇവിടെ വരുന്നതിന് മുമ്പ് ഉണ്ടായ ചളികൾ ഒരക്കേനെ പറഞ്ഞ് കേൾപ്പിക്കാതെ അവിടെ വെച്ച് ഇങ്ങനെ ഉണ്ടായി. നമ്മൾ ആരെ ഏറി കയറ്റാൻ കിട്ടുന്ന അവസരങ്ങൾ വെറുതെ വിടാറില്ലല്ലോ. അതൊക്കെ നമ്മൾ ഫുൾ പറയുമായിരുന്നു. പിന്നെ നമ്മളകത്ത് ഈ സാധനം കണ്ടു. ഇതിവിടെ നമ്മൾ കളഭത്തിന് വന്നപ്പോൾ മേടിച്ചു കേട്ടോ. അത് ഞാൻ അപ്പോഴേ നോട്ടം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ അവൾ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പോകുന്നു, കുഞ്ഞിൻ്റെ ടോയ് അത്. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ ഒരുക്കത്തിനൊരു കുറവില്ലായിരുന്നു. ഇവിടെ വന്ന് കുറച്ച് പുട്ടിയൊക്കെ ഇട്ടു. അങ്ങനെ നമ്മൾ ഇതാട്ടോ അക്കയുടെയൊക്കെ എൻഗേജ്മെൻറ്റ് പിക്ക് നമ്മൾ അതൊക്കെ നോക്കിയിരുന്നു. എല്ലായിടത്തും ചെന്നിട്ട് പിക്ക് നോക്കി നടക്കുക. കണ്ണിൽ കളിപ്പാട്ടം നോക്കിയപ്പോഴേ ഞങ്ങളെ കാഴ്ചകൾ കണ്ടത് നിറയെ ബുക്കുകൾ. അപ്പം തന്നെ ഞങ്ങളവിടെ നോക്കിക്കളഞ്ഞു.
നിച്ചുപ്പെണ്ണെ നമ്മൾ പിന്നെ ശല്യപ്പെടുത്തോണ്ടിരിക്കുമായിരുന്നു. നിച്ചുപ്പെണ്ണിൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ അറിയാം നീയൊക്കെ ഇവിടെ വെച്ച് ശല്യമായിരുന്നു. അവസാനം ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഇങ്ങോട്ട് വന്നത് നമ്മളങ്ങനെ വിടത്തില്ല. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ അവളുടെ പുറകെ അവൾ രാവിലെ ഇവിടെ വന്നപ്പോൾ നമ്മളിതേ വൈകിട്ട് ഇവിടെ വന്നു. പിന്നെ നമ്മൾ പോകാനുള്ള പ്രിപ്പറേഷൻസ് സ്പ്രേ അടിക്കുന്നു, ഒരുങ്ങുന്നു, ഇതൊക്കെയായിരുന്നു. വീട്ടിലേക്ക് വരുന്നെങ്കിൽ നല്ല ഒരുക്കം ഉണ്ടായിരുന്നു കേട്ടോ. ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി. അങ്ങനെ നമ്മളിതേ പുറത്തിറങ്ങി നിൽക്കായിരുന്നു. ശരിക്കും നമുക്ക് ഒപ്പിയെടുക്കണം. ഒപ്പിയെടുക്കാനെന്തോ മഷി ഏറ്റില്ല മുത്തോട്ടെ, പോരാ അത്ര പോരാ. കുറച്ച് ദൂരം ഉണ്ടായിരുന്നല്ലോ വീട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക്. എന്നാലും നമുക്ക് ചേട്ടൻ ഓട്ടോ വിളിച്ച് തന്നു. ട്രെയിൻ വരാൻ വേണ്ടി കുറച്ചും കൂടി ലാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ നിന്നിട്ട് പിന്നെയാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയത്. അപ്പോൾ നമ്മളിത് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ വന്നിട്ടും കുറച്ച് നേരം ലാഗായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു, ടിക്കറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മളവിടെ ഇരുന്നു. ട്രെയിൻ വരെ നമ്മളിങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നപ്പോഴേക്ക് വന്ദേ ഭാരത് വന്നിട്ട് നമ്മൾ പിന്നെ കുറച്ച് നേരം അത് നോക്കി വായും പൊളിച്ച് നിൽക്കുകയായിരുന്നു. കുറച്ച് നേരം നമ്മൾ നോക്കിയിരുന്നപ്പോഴേക്കും ട്രെയിൻ വന്നു. പിന്നെ നമ്മൾ ട്രെയിനിൽ ചാടി കയറി. ഫുൾ കോമഡി ആയിരുന്നു, ഒന്നും പറയണ്ട. നമ്മളെല്ലാവരും കൂടെ ഒക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ എന്ത് രസമല്ലേ. ഫസ്റ്റ് കയറിയപ്പോൾ തന്നെ നമുക്ക് അടുത്തടുത്ത് മീൻസ് ഇങ്ങനെ അല്ലാണ്ട് സീറ്റൊന്നും കിട്ടിയില്ല. രണ്ടുപേരും അപ്പുറം ഇപ്പുറമൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ചില സ്റ്റേഷനൊക്കെ എത്തിയപ്പോൾ ചേച്ചിമാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സീറ്റ് കിട്ടി. ഞാനും ഇവളും കൂടി ഇട്ടിരിക്കുകയാണ്. ഇവളും വേറൊരുത്തും കൂടെ ബാക്കി ഇരിക്കുകയായിരുന്നു. നമ്മൾ ഇത്രയും എണ്ണീട്ട് പോകും കേട്ടോ. അപ്പോൾ ഞങ്ങളിത് അവിടെ എല്ലാവരും ഇങ്ങനെ സംസാരിക്കും. നമ്മൾ പറയുന്നത് എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു, എന്ത് രസമായിരുന്നു. അപ്പോൾ രണ്ടുപേരും എറണാകുളത്തും ഒരാൾ ചെന്നൈയിലും, പിന്നെ രണ്ടുപേർ വന്നിട്ടില്ലായിരുന്നില്ല. പിന്നെ രണ്ടുപേരുടെ വീട്ടിലാണ് നമ്മളിപ്പോൾ പോയത്. അപ്പോൾ നമ്മൾ ഇത്രയാണ് നമ്മുടെ ഗ്യാങ് എന്ന് പറയുന്നത്. ഇവിടുത്തെ എല്ലാവരും കൂടെ ഉള്ള പോയത് അടിപൊളിയാണ്. നമ്മൾ വീട്ടിലുള്ളപ്പോൾ തന്നെ നമ്മൾ എല്ലാവരും കൂടെ ഒക്കെ ഇരിക്കുന്ന ടൈമൊക്കെ അടിപൊളിയാണ്. നമ്മൾ അതൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇത് ആലപ്പുഴ എത്തിയത് നമ്മളിത് കണ്ട് മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോ നൊസ്റ്റാൾജിയൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. എല്ലാവരും കൂടെ ഉള്ളപ്പോൾ എന്ത് രസമല്ലേ. ഇപ്പോൾ എല്ലാവരും ജോലിയും പഠിത്തമൊക്കെ ആയിട്ട് പല പല വഴിക്കായി വല്ലപ്പോഴും ഒക്കെ എല്ലാവരും കൂടെ ഒന്ന് കൂടുന്നത്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പിന്നെ നമ്മളിത് നടക്കുമായിരുന്നു വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒരു 9 മണിയൊക്കെ എത്തിയപ്പോൾ 9 മണി 8 ആ സമയം ആയപ്പോഴേക്കും ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ സ്റ്റെപ്പിൽ കയറപ്പോൾ നൈസായിട്ടൊന്ന് തട്ടി. അതിൻ്റെ അട്ടഹാസം സിനിമയ്ക്കകത്ത് എൻ്റെ ഏട്ടായി വന്നോ അപ്പോൾ ഓടത്തില്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഓട്ടോ പിടിച്ച് പോകാനായിരുന്നു നമ്മുടെ പ്ലാൻ. പക്ഷേ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഇവിടെ ഓട്ടോ ഒന്നും കിടക്കുന്നുണ്ടായിരുന്നില്ല. എങ്കിൽ പിന്നെ നമ്മൾ വിചാരിച്ച് റോട്ടിലേക്ക് നടന്നിട്ട് അവിടെ നിന്ന് ഓട്ടോ അടിക്കാം. നമ്മൾ കുറച്ച് നേരം അവിടെ നോക്കിയിരുന്നു. പക്ഷേ അവിടെ കുറേ ഓട്ടോയിൽ കിടക്കുന്നുണ്ടായിരുന്നു. അതിനായിട്ട് ആരും വന്നിട്ടില്ലായിരുന്നു. ചിലപ്പോൾ ആരെങ്കിലും കൊണ്ടുവിടാനോ അല്ലെങ്കിൽ വിളിക്കാനോ ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് എന്തായാലും ആളുകളൊന്നും ഇല്ലായിരുന്നു. നമ്മൾ റോഡിലേക്ക് ഇറങ്ങിയിട്ട് ഓട്ടോയും പിടിച്ചിട്ട് വീട്ടിൽ പോയി. അപ്പോൾ ടാറ്റാ.